ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ച് സംയുക്തമായ സൈനികാഭ്യാസം ഇറാനും റഷ്യയും ചൈനയും ആരംഭിച്ചു. ഈ മേഖല സുരക്ഷിതമാക്കുകയും ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള ഏകോപനമുണ്ടാക്കുകയാണ് ലക്ഷ്യം എന്ന് സംയുക്ത പ്രസ്താവനയിൽ റഷ്യ, ഇറാൻ, ചൈന പറയുകയും ചെയ്തു. സമുദ്ര സുരക്ഷ പാത ഒരുക്കുക എന്നതിനപ്പുറം കടൽ ശല്യങ്ങളെ ഏകോപനത്തോടു കൂടി പ്രതിരോധിക്കുക എന്നുള്ളതും ലക്ഷ്യമാണ്. അത് അമേരിക്ക ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നു. രാഷ്ട്രീയമായിരിക്കുന്ന ചില ഉദ്ദേശങ്ങളും സംയുക്തമായിരിക്കുന്ന സൈനികാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് സഹകരണ പ്രാവീണ്യം വളർത്തുകയും മൂന്ന് രാജ്യങ്ങളുടെ നാവിക ശക്തികൾ തമ്മിൽ പ്രവർത്തന ടാക്റ്റിക്കൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഇതിൽ പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് എന്ന വ്യാപാര മേഖല സുരക്ഷിതമാക്കുക എന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മേഖല ഇത്ര സൈനികാഭ്യാസം നടത്തിയതോടുകൂടി അമേരിക്കയുടെ കപ്പൽ ചില മേഖലകളിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഏറെക്കുറെ ഇത്രയും ഭീഷണിപരമായിരിക്കുന്ന രീതികളൊക്കെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് യുദ്ധം ചെയ്യുക എന്നല്ലാതെ അവിടെ ഒരു ക്ഷമാപണപരമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു കാത്തിരിക്കുന്ന ഒരു പ്രവൃത്തി ചരിത്രത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ 700ഓളം കിലോമീറ്റർ ദൂരമായിരുന്നു അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് ഇറാനിലേക്കുള്ള ദൂരപരിധി കണക്കാക്കുന്നത്. ഇപ്പോൾ അത് 850 മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അത്രയും പുറകോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക വലിയ രീതിയിലുള്ള സൈനിക ആയുധങ്ങൾ കാർഗോ വഴി എത്തിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബ്രിട്ടൻ്റെ എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് 250 കാർഗോ വിമാനങ്ങളെങ്കിലും ഈ മേഖലയിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക പടയൊരുക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. ഒരു നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് അമേരിക്കയുടെ സൈനികർ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇറാൻ ആക്രമിക്കും എന്നാണ് പറയുന്നത്. നിർദ്ദേശം കിട്ടാനാണ് ഇപ്പോൾ താമസം. ഇങ്ങനെ സാധാരണ ഇതിൽ ഉണ്ടാവാറില്ല. ഇങ്ങനെ കിടക്കുന്ന രീതികളൊന്നും അമേരിക്കൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം അപൂർവമാണ്. ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും പങ്ക് അന്വേഷിക്കണമെന്ന് അമേരിക്കയുടെ സെക്രട്ടറിയുടെ ഓഫീസിൻ്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. എന്താണ് ഇത്ര സജീവമായ രീതിയിൽ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം? അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ സംയുക്തമായിരിക്കുന്ന തിരിച്ചടിയാണോ, അതല്ല മറ്റേതെങ്കിലും സഹായം ഇറാന് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഉദ്ദേശിച്ചത് എന്നുള്ളതും പരിശോധിക്കുകയാണ്. വളരെ ധൈര്യപൂർവ്വം യുദ്ധത്തിന് തയ്യാറാണെന്നും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും അമേരിക്കയുടെ കപ്പലിനെ കടലിൽ മുക്കുമെന്നും ആയത്തുള്ള അലി ഖംനായി പറഞ്ഞത് നിസ്സാരമായിട്ട് കാണുന്നില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതെന്തായാലും പറഞ്ഞാൽ ആ പ്രവൃത്തി നടത്താറുണ്ട്. അതിന് ഇറാൻ്റെ സൈനിക കമാൻഡറെ വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇറാൻ്റെ ആത്മീയ നേതാവ് ഈ അമേരിക്കയുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ചെങ്കടി ഉയർത്തിയത് അവരുടെ പാർലമെൻറ്റിൻ്റെ മുൻപിൽ. അതോടുകൂടി പിന്നീട് ആക്രമണം ഉണ്ടായി. വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്കയുടെ ഇറാഖിലുള്ള സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ചെറിയ ആളുകൾക്ക് പരിക്കേറ്റിട്ട് 11ഓളം പേർക്ക് പരിക്കേൽക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അമേരിക്ക അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി. പക്ഷേ പിന്നീട് വന്ന റിപ്പോർട്ടിൽ മരണസംഖ്യ സൈനികർക്കിടയിൽ വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇത്രയും ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയതിന് തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്ത് പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ മേഖലയിൽ അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ മേഖല ജോർദാൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനിക വിന്യാസം ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് ജോർദാനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചില അറേബ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളിലും ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഖത്തറിനെയും UAEയും ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പ്രാദേശിക റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അവിടേക്കാണ് അമേരിക്കയ്ക്ക് വളരെ കൃത്യമായിരിക്കുന്ന സൈനിക താവളങ്ങൾ, അതായത് ബേസുകളുള്ളത്. അത് കരാർ വ്യവസ്ഥ പ്രകാരമായതുകൊണ്ട് അവിടേക്ക് വരുന്ന യുദ്ധവിമാനങ്ങളുടെ ലിസ്റ്റ് കാര്യങ്ങളൊന്നും ഖത്തറിനോ UAEക്കോ ബഹ്റൈനോ കുവൈത്തിനോ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സൗദി അറേബ്യയും ഒമാനും വരുന്ന സമയത്ത് അത് നേരെ തിരിച്ചാണ്. അവിടേക്ക് ഈ വരുന്ന വിമാനത്തെക്കുറിച്ചും പോകുന്നതിനെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന വിവരം ഈ അമേരിക്ക സൗദിക്ക് നൽകേണ്ടതുണ്ട്. താൽക്കാലികമായിരിക്കുന്ന ഒരു സൗഹൃദം എന്ന നിലക്കാണ് ചില വിമാനത്താവളങ്ങൾ അമേരിക്കക്ക് വിട്ടുകൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന വിമാനം വലിയ രീതിയിൽ സുരക്ഷിതമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം എല്ലാവിധ രഹസ്യങ്ങളും സൗദി അറേബ്യക്ക് തന്നെ അറിയാൻ വേണ്ടി സാധിക്കും എന്നതിനാൽ കൂടുതലും കേന്ദ്രീകരിക്കാറുള്ളത് ഖത്തറിനെയും UAEയും കേന്ദ്രീകരിച്ചു കൊണ്ടാണ് എന്നുള്ളത് കൃത്യമാണ്.
ഇപ്പോൾ സംയുക്തമായിരിക്കുന്ന സൈനികാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കൃത്യതയോടുകൂടി പ്രതികരിക്കാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വന്നിട്ടില്ല. അവർ ആ കാര്യം ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. കാര്യം എന്ന് പറയുന്നത് ഈ സൈനികാഭ്യാസം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഇപ്പോൾ നടത്തുന്നത്, ഹോർമുസ് കടലിൻ്റെ മേഖലയിൽ നടത്തുന്നത് മറ്റ് കപ്പലുകൾക്ക് സഞ്ചാരപാത നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കാര്യം ഈ മേഖലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരുന്നത്. ആ മേഖലയിൽ സൈനികാഭ്യാസം ഉണ്ടാകുന്ന സമയത്ത് അപകടം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് കപ്പൽ കമ്പനികൾ അവിടുന്ന് മാറി നിൽക്കുക സാമ്പത്തികപരമായിരിക്കുന്ന ബാധ്യത വിഷയമായിട്ട് വരും. ഇതിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇടപെടൽ നടത്തിയത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ പതാക പതിച്ച കപ്പലിന് നേരെ ഇറാൻ്റെ സൈനികർ വന്ന സമയത്ത് സുരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു കപ്പൽ വന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ കപ്പലുകൾക്കും സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു വ്യത്യസ്ത സമയങ്ങളിൽ ഒരു 10 കപ്പൽ വരികയാണെങ്കിൽ ഈ 10 കപ്പലിന് അകമ്പടി സേവിക്കാൻ വേണ്ടി പിന്നീട് 10 കപ്പൽ വേണ്ടി വരും. അത്രയൊന്നും കപ്പൽ യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയ്ക്കില്ല. ഒറ്റപ്പെട്ട 1-2 ഈ കപ്പലുകളെ സഹായിക്കാമെന്നല്ലാതെ നിരന്തരം വരുന്ന കപ്പലുകളെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല. മുൻപ് വലിയ വൈകാരികപരമായ രീതിയിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരുന്നു. അവരുടെ പിന്നെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ സുരക്ഷിതത്വം പോലും പ്രയാസമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ചെങ്കടലിൻ്റെ കഥ പിന്നീട് മാറിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈനയുടെയും റഷ്യയുടെയും ഇറാൻ്റെയും ഒക്കെ സൈനികാഭ്യാസം ചില്ലറ തലവേദനയൊന്നും അല്ല യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നു. ഈ മേഖലയിലേക്ക് അടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. മാത്രവുമല്ല ഇറാൻ്റെ തീരത്തിൽ നിന്ന് പതുക്കെ പിറകോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇത് ഒന്നുകൂടി എല്ലാം കൂടി ചേർത്തുകൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അമേരിക്കയുടെ പക്ഷം. ഏതായിരുന്നാലും ഇവിടെ നടത്തപ്പെട്ട 2 കരാർ വ്യവസ്ഥ, 2 മധ്യസ്ഥ ഈ കരാറുകളൊന്നും രൂപത്തിലായിട്ടില്ല. ഇറാൻ അവരുടെ നയങ്ങളിൽ നിന്നും നിലപാടിൽ നിന്നും തീരെ പിറകോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന ഒരു വിപണന സഞ്ചാരം ഉണ്ടാക്കുക എന്നുള്ളതും അതിൻ്റെ ഒരു നിയന്ത്രണം അമേരിക്കയ്ക്ക് വരിക എന്നുള്ളതും എല്ലാ കാലത്തും അവരുടെ ആഗ്രഹമാണ്. കാര്യം നമ്മൾ പറഞ്ഞു 30 കിലോമീറ്ററാണ് ദൂരപരിധിയുള്ള ഹോർമുസ് കടലിൽ അന്താരാഷ്ട്ര പാതയുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്താകമാനമുള്ള എണ്ണക്കപ്പലിൻ്റെ 20% ഈ മേഖല കേന്ദ്രീകരിച്ച് പോകുന്നു. ഈ വാതിൽ അടയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊന്നും ഈ കപ്പൽ സഞ്ചാരം പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അങ്ങനെ വരുന്ന സമയത്ത് സാമ്പത്തിക വിഷയത്തിൽ, അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ നിലപാടുകൾ നിർണായകമാണ് എന്ന് ലോകത്തിൽ അംഗീകരിക്കേണ്ടി വരും, പ്രത്യേകിച്ച് അമേരിക്കക്ക്. ആ ഒരു പ്രയാസം ഇപ്പോൾ അവർക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രശ്നം ഏതെങ്കിലും രമ്യമായിട്ട് പരിഹരിച്ചുകൊണ്ട് ആ തടി ഊരാൻ എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ്. അമേരിക്കക്ക് അത് സാധ്യമാകുന്നില്ല എന്നുകൂടി നമ്മൾക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, റഷ്യയുടെയും ചൈനയുടെയും ഇറാൻ്റെയും ഈ സായുധപരമായിരിക്കുന്ന അഭ്യാസ പ്രകടനം ചില്ലറ തലവേദനയൊന്നുമല്ല അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നത് എന്ന് ചുരുക്കം.